ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് വിത്ത് ടാലി എന്ന സബ്ജക്റ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടിങ് ടേംസ് ആണ്. അതിൽ ലാസ്റ്റ് നമ്മൾ വൗച്ചർ, ഗുഡ്സ്, സ്റ്റോക്ക്, ഇക്വിറ്റി, ക്യാപിറ്റൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജേണൽ. നമ്മൾ പഠിച്ചതാണ് ജേണൽ, മുന്നേ പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചതാണ്. എ റെക്കോർഡ് ഇൻ വിച്ച് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ എൻറ്റേർഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ അതിൻ്റെ ഓർഡറിൽ കൃത്യമായി എങ്ങനെയാണ് നടന്നത് അതിൻ്റെ ബേസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു റെക്കോർഡാണ് ഇത് ജേണൽ. നമ്മൾ ഏതൊരു ട്രാൻസാക്ഷനും ഫസ്റ്റ് തന്നെ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് ജേണൽ. എ റെക്കോർഡ് ഓഫ് എ സിംഗിൾ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് എ ജേണൽ എൻട്രി. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ഒരു ജേണൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ജേണൽ എൻട്രി. എവറി ജേണൽ എൻട്രി ഈസ് സപ്പോർട്ടഡ് ബൈ എ വൗച്ചർ എവിഡൻസിങ് ദ റിലേറ്റഡ് ട്രാൻസാക്ഷൻ. അതായത് നമ്മളൊരു ഏത് ജേണൽ എൻട്രിക്കും സപ്പോർട്ടായിട്ടുള്ള വൗച്ചർ അല്ലെങ്കിൽ എവിഡൻസ് അതിനുണ്ടാവണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് ഇതിലെഴുതും, ജേണൽ എഴുതും. അങ്ങനെ ജേണൽ എഴുതി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷന് പിന്നെ പറയുന്ന പേരാണ് ജേണൽ എൻട്രി. ഓക്കെ ആയിരിക്കുമല്ലോ, ഇത് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തതിലേക്ക് നമുക്ക് പോവാം. ലെഡ്ജർ. ലെഡ്ജർ ഈസ് എ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ അക്കൗണ്ട്സ് വെദർ പേഴ്സണൽ, റിയൽ ഓർ നോമിനൽ വിച്ച് ആർ എൻറ്റേർഡ് ഇൻ എ ജേണൽ ഓർ സബ്സിഡിയറി ബുക്ക്. ജേണൽ കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് ലെഡ്ജർ. അതായത് ഇവിടെ പറയുന്നത് വ്യത്യസ്ത തരം ലെഡ്ജർ വരുന്നുണ്ട്. അതായത് പേഴ്സണൽ, റിയൽ ഓർ നോമിനൽ, ഈ ടൈപ്പ് ഏത് അക്കൗണ്ടും ആകാം. അതൊക്കെയാണ് നമ്മൾ ലെഡ്ജറിൽ വരാം. അത് വിച്ച് ആസ് എൻറ്റേർഡ് ഇൻ ജേണൽ ഓർ സബ്സിഡിയറി ബുക്സ്. ജേണലിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ മറ്റ് സബ്സിഡിയറി ബുക്സിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്ത് എന്ന ഈ പറഞ്ഞ പേഴ്സണൽ, റിയൽ അല്ലെങ്കിൽ നോമിനൽ ഭാഗങ്ങളാണ് ഏതെങ്കിലും അക്കൗണ്ട്സ് ആണ് ലെഡ്ജറിൽ പറയുന്നത്. ജേണലിൽ നമ്മൾ എന്ത് ചെയ്യും, തരംതിരിക്കും, ക്ലാസിഫൈ ചെയ്യും. ഓരോ ട്രാൻസാക്ഷനും ക്ലാസിഫൈ ചെയ്ത് ഓരോ ഗ്രൂപ്പ് ആക്കും. ആ ഗ്രൂപ്പുകൾ എഴുതി വെക്കുന്ന ആ ബുക്ക് അതിന് പറയുന്ന പേരാണെന്ത്, ലെഡ്ജർ. അടുത്തത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. എ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഈസ് എ ലിസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ട്സ് യൂസ്ഡ് ബൈ എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന ടോട്ടൽ അക്കൗണ്ട്സിന് പറയുന്ന പേരാണെന്ത്, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ദ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഓൾസോ ഡിസ്പ്ലേസ് ദ കാറ്റഗറൈസേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ഇറ്റ്സ് അക്കൗണ്ട്സ്. ആ ചാർട്ട് അക്കൗണ്ട്സിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ കാറ്റഗറി വൈസായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അടുത്തത് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ എൻട്രീസ് റെക്കോർഡഡ് ഇൻ ദ ജേണൽ ഓർ സബ്സിഡിയറി ബുക്സ് ടു ദ റെസ്പെക്റ്റീവ് അക്കൗണ്ട്സ് ഓപ്പൺ ഇൻ ദ ലെഡ്ജർ. ഗ്രൂപ്പിംഗ് ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ അക്കൗണ്ട് ടു എ സിംഗിൾ പ്ലേസ്. അതായത് നമ്മൾ പറഞ്ഞു ജേണലിൽ നിന്ന് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് അടുത്ത ലെഡ്ജറിലേക്ക് മാറ്റും. ആ ലെഡ്ജറിലേക്ക് മാറ്റുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. അപ്പോൾ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജേണലിൽ എൻ്റർ ചെയ്ത ഡാറ്റാസ് അത് ലെഡ്ജറിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിനാണ് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. അടുത്തത് അക്കൗണ്ടിങ് പീരീഡ്. എ ഇയർ ഫോർ ടൈംലി ആൻഡ് ആക്യുറേറ്റ് അസർടൈൻമെൻറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കൃത്യമായി കണക്ക് കൂട്ടുന്നതിന് വേണ്ടി നമ്മളൊരു നിശ്ചിത ടൈം പീരീഡ് വെക്കും. ഒരു ഇയർ ആണ്, വർഷമാണ് നമ്മൾ കണക്ക് കൂട്ടുക. അങ്ങനെ ഒരു ബിസിനസ് അതിൻ്റെ ഇടപാടുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയർ, അതിന് പറയുന്ന പേരാണ് അക്കൗണ്ടിങ് പീരീഡ്. അത് അക്കൗണ്ടിങ് പീരീഡിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്യുക. അടുത്തത് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് which shows debit balances and credits of all ledger accounts. അതായത് നമ്മൾ പറഞ്ഞു ആദ്യം ജേണൽ, അതിൽ നിന്ന് ലെഡ്ജർ. ആ ലെഡ്ജറിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിന് പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ്. ആസ് പെർ ദ നെയിംസ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം, എവറി ഡെബിറ്റ് ഷുഡ് ഹാവ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ദ ടോട്ടൽ ഓഫ് ദ ഡെബിറ്റ് ബാലൻസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഷുഡ് എഗ്രി. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം
ഡെബിറ്റിന് കണക്കായിട്ട് ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആയിരിക്കണം. അതായത് ട്രയൽ ബാലൻസിൻ്റെ രണ്ട് വശങ്ങളായ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. അടുത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫൈനൽ റിസൾട്ട് ഓഫ് അക്കൗണ്ടിങ് വർക്ക് ഡൺ ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ്. അതായത് അക്കൗണ്ടിങ് പീരീഡിൽ അല്ലെങ്കിൽ ഇയറിൽ നമ്മൾ ഫൈനലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. Financial statements serves a significant purpose to users of accounting information in knowing about profitability and financial position of the organization. അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ലാഭം അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോർമലി ഇൻക്ലൂഡ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, സെക്കൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് തേർഡ് ബാലൻസ് ഷീറ്റ്. ഈ 3 ഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് അവസാന ടൈമിലാണ് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിലാണ് നമ്മൾ 3ഉം പ്രിപ്പയർ ചെയ്യുക. അടുത്തത് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. നോർമൽ ട്രേഡിംഗ് എന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങിക്കുക, വിൽപ്പന നടത്തുക. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ദ ട്രേഡിംഗ് അക്കൗണ്ട് ഡിസ്പ്ലേസ് ദ ട്രാൻസാക്ഷൻസ് പെർട്ടൈനിങ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. സാധനം വാങ്ങിക്കുക, വിൽപ്പന നടത്തുക, ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ കൃത്യമായി കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 sides ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. അതായത് ബിസിനസ് ഈ പറഞ്ഞ ഇതിൽ 2 വശങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിൽ ഡിഫറൻസ് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കാം അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കാണാം. നമുക്കൊന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ഈസ് in excess of the debit side total, difference represents gross profit. ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനെക്കാട്ടും ആ രീതിയിൽ, അതായത് 2 സൈഡും നമ്മൾ പറഞ്ഞു, ഡെബിറ്റും ക്രെഡിറ്റും പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതിൽ ലാഭം എന്നത് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റിനെക്കാട്ടി കൂടുതലായാൽ ലാഭമായിരിക്കും, നേരെ മറിച്ചാണെങ്കിൽ അത് നഷ്ടമായിരിക്കും. ഓക്കെ, ഇവിടെ പറയുന്നത് അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇനി പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സെക്കൻഡ് പാർട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ. ട്രേഡിംഗ് അക്കൗണ്ടിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്നതാണ്. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹെൽപ്സ് ടു അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഏൺ ടു or net loss suffered during a particular period after considering all other incomes and expenses incurred over a period. ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമുക്കുണ്ടായിട്ടുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം അത് കൃത്യമായി ടോട്ടൽ ഇൻകത്തിനെയും എക്സ്പെൻസിൻ്റെയും ബേസിൽ നമ്മൾ കണ്ടെത്തുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി. ദിസ് ഹെൽപ്സ് ദ കമ്പനി ടു മോണിറ്റർ ദ കൺട്രോൾ ദ കോസ്റ്റ് ഇൻകേർഡ് ആൻഡ് ഇംപ്രൂവ് ദ എഫിഷ്യൻസി. അതായത് നമ്മൾക്ക് കൃത്യമായി കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ എഫിഷ്യൻസി കൂട്ടാനും കമ്പനിക്ക് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അതർ വേർഡ്സ്, ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ്. ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ ഒരു നിശ്ചിത ടൈം പീരീഡിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർഫോമൻസ്, അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ കാണിക്കുന്നത്. അടുത്തത് ബാലൻസ് ഷീറ്റ്. ദ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് സമ്മറൈസസ് ദ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസിനൊരു ചുരുക്ക രൂപമാണ് ശരിക്കും ഇത് ബാലൻസ് ഷീറ്റ്. ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലാബിലിറ്റീസ് ഈസ് ദ നെറ്റ് വർത്ത് ഓഫ് എ ബിസിനസ്. അതായത് അസറ്റ്സ് ലാബിലിറ്റീസിൻ്റെ മുകളിൽ വരുന്ന, അതായത് അസറ്റ്സ് കൂടുതൽ ലാബിലിറ്റീസ് കുറവാകുന്ന ആ ടേമാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ദ ബാലൻസ് ഓഫ് ഓൾ ദ റിയൽ പേഴ്സണൽ ആൻഡ് നോമിനൽ ക്യാപിറ്റൽ ഇൻ ആക്ച്വൽ അക്കൗണ്ട്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ട്രയൽ ബാലൻസ് to balance sheet and grouped under the major heads of the assets and liabilities. അതായത് പേഴ്സൺ, റിയൽ, നോമിനൽ ടൈപ്പ്, ക്യാപിറ്റൽ സ്വഭാവമുള്ള എല്ലാ അക്കൗണ്ട്സും നമ്മൾ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസിൽ നിന്ന് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദ ബാലൻസ് ഷീറ്റ് ഈസ് എ കംപ്ലീറ്റ് വെൻ ദ നെറ്റ് പ്രോഫിറ്റ് ലോസ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൻ്റെ കംപ്ലീറ്റ് ആകണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസും കൂടി ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത്
ട്രേഡിംഗ് അക്കൗണ്ട്, 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മൂന്നാമത്തത് ബാലൻസ് ഷീറ്റ്. ഈ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ് ടേംസ് ആയിട്ട് ഈ പറഞ്ഞ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ടാലിയിൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ മുന്നേ അക്കൗണ്ടിങ്ങിൽ ബേസിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനൊക്കെ മറ്റുമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായുമെന്ന് പ്രതീക്ഷിക്കുന്നു.